മുൻ ജന്മങ്ങളുടെ ഓർമ്മകളെ തിരികെ കൊണ്ടുവരിക. ഒരുപാട് പേർക്ക് താല്പര്യമുള്ളൊരു വിഷയമാണിത്. മുൻ ജന്മങ്ങളുടെ ഓർമ്മകളെ തിരികെ കൊണ്ടുവരുന്ന ഒരു ധ്യാന ടെക്നിക്കുണ്ട്. അതിൻ്റെ പേര് ജാതി സ്മരൺ. ജാതി സ്മരൺ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാവുന്ന ജാതിയുമായി ഇതിനെ താരതമ്യം ചെയ്യരുത്. അതുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയുടേത്. ജാതി സ്മരൺ എന്നത് ബുദ്ധിസവും ജൈനിസവും സൃഷ്ടിച്ച ഒരു ധ്യാന ടെക്നിക്കാണ്. ഇതിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ: മുൻ ജന്മങ്ങളുടെ ഓർമ്മകളെ തിരികെ കൊണ്ടുവരിക. ഒരുപാട് പേർ ഈ ചാനലിൻ്റെ പല വീഡിയോസിൻ്റെ കമൻറ്റിലൂടെ മുൻ ജന്മങ്ങളെക്കുറിച്ചും അതുമായി ബന്ധമുള്ള വിഷയങ്ങളെക്കുറിച്ചും കൂടുതൽ വീഡിയോസ് ചെയ്യാമോ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ നന്ദി പറയട്ടെ. ജാതി സ്മരണയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് നിങ്ങളുടെ കമൻറ്റുകളെ ആധാരമാക്കിയാണ്. ഈ വീഡിയോയിലൂടെ ജാതി സ്മരണ എന്ന ടെക്നിക്ക് പഠിപ്പിക്കുക എന്നതല്ല ഉദ്ദേശം. അത് ചെയ്യേണ്ടത് ഒരു ഗുരുവാണ്. ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങളിലേക്ക് ജാതി സ്മരണ എന്ന ടെക്നിക്ക് ഉണ്ട് എന്ന അറിവ് എത്തിക്കുകയാണ്. ഒപ്പം ഈ ടെക്നിക്കിൻ്റെ ചില ബേസിക് കാര്യങ്ങളുടെ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വളരെയധികം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അതാണ് അതിന് ശരിയായ രീതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ തുടങ്ങേണ്ടത് ധ്യാനവും ജാതി സ്മരണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇതിന് ഏറ്റവും നല്ലത് ഒരു ഉദാഹരണത്തിൻ്റെ സഹായം എടുക്കുന്നതാണ്. ഏറ്റവും യോജിച്ച ഉദാഹരണം പുഴയും കനാലുമാണ്. നിങ്ങൾ പുഴകളും കനാലുകളും കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? സത്യത്തിൽ ഒരു കനാൽ എന്നത് പുഴയിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഒരു കനാലിൽ ഒഴുകുന്നത് പുഴയിലെ വെള്ളമാണ്. പക്ഷെ വലിയ വ്യത്യാസങ്ങൾ ഇവർ തമ്മിലുണ്ട്. ഒന്ന്, ഒരു കനാൽ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് പുറത്താണ്. ഉദാഹരണത്തിന്, ഒരുപാട് കനാലുകൾ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നു. രണ്ട്, ഒരു കനാൽ എന്നത് വെൽ പ്ലാൻഡ് ആണ്. അതെവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, ഏതൊക്കെ നാട്ടിൽ കൂടെ പോകണം, എന്തിന്, അതിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് വരെ നിശ്ചയിക്കപ്പെട്ടതാണ്. കൺട്രോൾഡാണ്, സിസ്റ്റമാറ്റിക്കാണ്. എന്നാൽ ഒരു പുഴ എന്നത് ഇങ്ങനെയല്ല. അവിടെ ഒന്നും കൺട്രോൾഡല്ല. അവിടെ ആരും കൺട്രോൾ ചെയ്യാനില്ല. പലയിടത്തും പുഴ ഒഴുകുന്നത് വ്യത്യസ്തമായ സ്പീഡിലാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്: പുഴ കടലിൽ ചെന്ന് കയറും. കടലാണ് പുഴയുടെ അവസാനം. ആ കാര്യത്തിൽ സംശയമില്ല. ധ്യാനം എന്നത് വളരെ വലിയൊരു പുഴയാണ്. ഈ പുഴ ചെന്ന് അവസാനിക്കുന്നത് ഒരു വളരെ വലിയ കടലിലേക്കാണ്. ഈ കടലിനെ പലരും പല പേരിട്ട് വിളിക്കുന്നു. ദൈവമെന്ന് ചിലർ വിളിക്കുന്നു, ബോധോദയം എന്ന് ചിലർ വിളിക്കുന്നു, സമാധി എന്ന് വിളിക്കുന്നു, മുക്തി എന്ന് വിളിക്കുന്നു. ധ്യാനം എന്ന വളരെ വലിയ പുഴയിൽ നിന്നും നമുക്ക് ഒരുപാട് കനാലുകൾ വെട്ടിയെടുക്കാം. ജാതി സ്മരൺ അത്തരത്തിൽ വെട്ടിയെടുക്കപ്പെട്ട ഒരു കനാലാണ്. ധ്യാനത്തിൻ്റെ ശക്തി നമ്മളൊരു പ്രത്യേക ദിശയിലേക്ക് തിരിച്ചു വിടുകയാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് പുറത്ത് തിരിച്ചു വിടുകയാണ്. ആ ഉദ്ദേശം ഇതാണ്: മുൻ ജന്മങ്ങളുടെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരിക. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നുന്ന ചില സംശയങ്ങളുണ്ട്. ഈ ഓർമ്മകളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്നും തന്നെ എന്നുള്ളതാണ് ഉത്തരം. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണ്, അത്ഭുതകരമാണ്, പക്ഷെ സത്യമാണ്. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ജന്മങ്ങളുടെ ഓർമ്മകളും നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നില്ലെന്ന് മാത്രം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഈ ജന്മം തന്നെ ധാരാളമാണ്. ഉദാഹരണത്തിന്, 10 വർഷങ്ങൾക്ക് മുൻപ് 2014 മെയ് മാസം 23 നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? അന്നെന്തെങ്കിലും ഒരു വിശേഷ ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പിറന്നാളോ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പോകുന്നത് അന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നായിരിക്കും, അന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്നായിരിക്കും. പക്ഷെ സത്യം എന്നാൽ ഇന്നത്തെ പോലത്തെ ഒരു ദിവസമായിരുന്നു അന്നും. നിങ്ങൾ ഇന്ന് ഒന്നും ചെയ്തില്ലേ? നിങ്ങൾ ഇന്ന് ഒന്നും അനുഭവിച്ചില്ലേ? നിങ്ങളിന്ന് സന്തോഷിച്ചിട്ടുണ്ടാവും, വിഷമിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി ഇന്ന് ചെയ്തിട്ടുണ്ടാവും. 10 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ പറയുക പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്നായിരിക്കും. പക്ഷെ സത്യം അതല്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തു. ഓർമ്മ വരുന്നില്ലെന്ന് മാത്രം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇത് നമ്മളൊരു ഫോണോ അല്ലെങ്കിൽ പൈസയോ ഒക്കെ മറന്നു വെച്ചിട്ട് അത് അന്വേഷിക്കുന്നത് പോലെയാണ്. പൈസയോ ഫോണോ ഇല്ലാണ്ടായിട്ടില്ല.
അതെവിടെയുണ്ടെന്ന് ഓർമ്മയില്ലെന്ന് മാത്രം. അതെവിടെ ഇരിക്കുന്നു അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തിരിച്ചു കിട്ടും. ഇതുവരെയുള്ള എല്ലാ ജന്മങ്ങളുടെ ഓർമ്മകളും നമ്മുടെ ഉള്ളിലുണ്ട്. അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചാൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. സത്യത്തിൽ വളരെ വലിയൊരു ഇരുട്ട് മുറിയിൽ ഒരു ടോർച്ചും കൊണ്ട് കയറുന്ന പോലെയാണിത്. ടോർച്ചിൻ്റെ പ്രത്യേകത ഇതാണ്. ടോർച്ച് ഏത് ദിശയിൽ കാണിക്കുന്നുവോ ആ ദിശയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. വെളിച്ചം എവിടെ വീഴുന്നുവോ അവിടുത്തെ കാര്യങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. വലതുവശത്താണ് ടോർച്ച് അടിക്കുന്നെങ്കിൽ ഇടതുവശത്തുള്ള കാര്യങ്ങളെല്ലാം ഇരുട്ടിലായിരിക്കും. ഇതിനർത്ഥം അവിടെ ഒന്നുമില്ല എന്നല്ല, അവിടെ വെളിച്ചം വീഴുന്നില്ലെന്ന് മാത്രം. ഇതുപോലെ തന്നെയാണ് ജാതിസ്മരണം. ജാതിസ്മരൺ ഒരു ടോർച്ച് പോലെയാണ്. മുൻ ജന്മങ്ങളുടെ ഓർമ്മകൾ ഇല്ലാതായിട്ടില്ല, പക്ഷെ അവിടെ വെളിച്ചം വീഴുന്നില്ല. ധ്യാനം ഒരു വിളക്ക് പോലെയാണ്. ടോർച്ചും വിളക്കും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളാണ്. ടോർച്ച് ഒരു പ്രത്യേക ദിശയിൽ മാത്രമേ അടിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പ്രത്യേക ദിശയിൽ മാത്രമേ അതിൻ്റെ വെളിച്ചം പോവുകയുള്ളൂ. ധ്യാനം പക്ഷെ ഒരു വിളക്ക് പോലെയാണ്. അതിൻ്റെ പ്രകാശം എല്ലാ ദിശയിലും ഒരുപോലെ പോകുന്നു. ബോധോദയം, സമാധി, ദൈവം ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ധ്യാനമാണ് മാർഗം. ഇനി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയട്ടെ. ധ്യാനത്തിന് മുൻജന്മങ്ങളുടെ ഓർമ്മകൾ അത്യാവശ്യമേ അല്ല. പക്ഷേ മുൻജന്മങ്ങളുടെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരുമ്പോൾ, ജാതിസ്മരണം ചെയ്യുമ്പോൾ ധ്യാനം എന്നത് അത്യാവശ്യമാണ്. കാരണം ഈ ഓർമ്മകൾ തിരികെ വരുമ്പോൾ അത് താങ്ങാനുള്ള ശക്തി നമുക്ക് ആവശ്യമാണ്. അത് ധ്യാനത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. മുൻജന്മങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ എന്ത് സംഭവിക്കാനാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിയേക്കാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ജന്മത്തിലെ വിഷമങ്ങൾ, ബാധ്യതകൾ ഇത് തന്നെ നമുക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോൾ മുൻ ജന്മത്തിൻ്റെ ഓർമ്മകൾ കൂടി വന്നാലോ? ഓഷോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഓഷോയുടെ അടുത്ത് ഒരു ലേഡി പ്രൊഫസർ ധ്യാനം പഠിക്കുവാനായി വരുന്നത്രേ. അവർക്ക് ധ്യാനത്തിനൊപ്പം ജാതി സ്മരണയിലും വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. ഓഷോ അവരോട് പറയുമായിരുന്നു, ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ എത്താത്തിടത്തോളം ജാതി സ്മരണ ശ്രമിക്കരുത് എന്ന്. പക്ഷെ അവർ അത് കേൾക്കുമായിരുന്നില്ല. ഒരു ദിവസം രാത്രി 2 മണിക്ക് ഓഷോയെ കാണാൻ ഈ ലേഡി പ്രൊഫസർ എത്തി. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അവർ. എന്ത് പറ്റിയെന്ന് ഓഷോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ജാതി സ്മരണയിലൂടെ അവരവരുടെ മുൻ ജന്മത്തിലെ ചില കാഴ്ചകൾ കണ്ടു അത്രേ. തൊട്ട് മുൻപത്തെ ജന്മത്തിൽ അവർ ഒരു ലൈംഗിക തൊഴിലാളിയായിരുന്നു. ഒരു ലേഡി പ്രൊഫസറായി ജീവിക്കുന്നവർക്ക് അത് താങ്ങാൻ സാധിച്ചില്ല. സ്വാഭാവികമാണ്. കുഴപ്പമെന്നാൽ ഈ ഓർമ്മകൾ നിൽക്കില്ല. നോക്കൂ, മുൻ ജന്മത്തിലേതാണ്, പക്ഷേ ഈ ഓർമ്മകളും അനുഭവങ്ങളും നമ്മുടെ തന്നെയാണ്. അവർക്ക് അവരുടെ ആ ജന്മത്തിലെ പലതരം കാഴ്ചകളും വരാൻ തുടങ്ങി. ഇതോടെ അവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയായി. ഇത് നിർത്താൻ സാധിക്കുന്നതുമില്ല. ഇതാണ് മുൻ ജന്മങ്ങളുടെ ഓർമ്മകൾ തുറന്നാലുള്ളൊരു കുഴപ്പം. അത് അടയ്ക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഓഷോ പറയുന്നത് 15 ദിവസങ്ങളെടുത്തു എന്നാണ് ഈ സ്ത്രീയെ തിരിച്ച് നോർമലാക്കാൻ. ജാതിസ്മരണം എന്നത് മോശമായൊരു കാര്യമല്ല. പക്ഷേ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ എത്താത്തിടത്തോളം നമ്മളിതിനെ ശ്രമിക്കുന്നത് ഉചിതമല്ല. ജാതിസ്മരണ ചില പോസിറ്റീവ് ഇഫക്ട്സും ഉണ്ട്. അതെന്താണെന്ന് വീഡിയോയുടെ അവസാനം പറയാം. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയട്ടെ. ജാതിസ്മരണയിൽ 2 പടവുകളുണ്ട് അത്രേ, അല്ലെങ്കിൽ 2 വാതിലുകൾ. ഈ 2 വാതിലുകൾ കടന്നു കഴിഞ്ഞാലേ മുൻ ജന്മങ്ങളുടെ ഓർമ്മകളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കൂ അത്രേ. ആദ്യത്തത് 5 വയസ്സിന് മുമ്പുള്ള ഓർമ്മകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ ജന്മത്തിലെ 5 വയസ്സിന് മുമ്പുള്ള ഓർമ്മകളിലേക്ക് എത്തുക. രണ്ടാമത്തത് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോഴുള്ള ഓർമ്മകളിലേക്ക് എത്തുക. ഈ 2 സ്റ്റേജും കഴിഞ്ഞാൽ പിന്നെ മുൻ ജന്മങ്ങളുടെ ഓർമ്മകൾ നമ്മളിലേക്ക് എത്തുമത്രേ. 5 വയസ്സിന് മുമ്പുള്ള ഓർമ്മകൾ വളരെ അനായാസം ഓർത്തെടുക്കാൻ സാധിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജാതിസ്മരണം വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഓഷോ ഉൾപ്പെടെ പല സ്പിരിച്വൽ മാസ്റ്റേഴ്സും പറയുന്നത്. ഗൗതമ ബുദ്ധ പറയുന്നത് ആലയ വിജ്ഞാൻ എന്നൊരു സംഭവം ഉണ്ടെന്നാണ്. ആലയ വിജ്ഞാൻ എന്നാൽ സ്റ്റോർ ഹൗസ് ഓഫ് കോൺഷ്യസ്നസ്, ബോധത്തിൻ്റെ സംഭരണശാല. നമ്മുടെ വീട്ടിൽ സ്റ്റോർ മുറികളില്ലേ? ഏതാണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സ്റ്റോർ മുറി ഉണ്ടത്രേ. അവിടെ ഇതുവരെയുള്ള എല്ലാ ജന്മങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർമ്മകളെല്ലാം തിരികെ കിട്ടും. വീഡിയോയുടെ അവസാനത്തോടെ അടുക്കുകയാണ് നമ്മൾ. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ജാതിസ്മരണം ചെയ്യുന്നതിന് ചില പോസിറ്റീവ് എഫക്ട്സ് ഉണ്ടെന്ന്. അതെന്താണെന്ന് പറയാം. ചില സ്പിരിച്വൽ മാസ്റ്റേഴ്സ് പറയുന്നത് ജാതിസ്മരണം മസ്റ്റായിട്ടും ചെയ്യണമെന്നാണ്, നിർബന്ധമായിട്ടും ചെയ്യണമെന്നാണ്. അവരതിന് പറയുന്ന കാരണം ഇതാണ്. മുൻ ജന്മങ്ങളിലേക്ക് നോക്കുമ്പോൾ മാത്രമേ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയുകയുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യുന്നത്
നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടെന്ന്. ഇതൊന്നും നമ്മൾ ആദ്യമായിട്ടല്ല ചെയ്യുന്നതെന്ന്. ജനിക്കുക, വളരുക, ഭക്ഷണം കഴിക്കുക, ജീവിക്കുക, പുതിയൊരു തലമുറയെ സൃഷ്ടിക്കുക, പണത്തിന് പുറകെ ഓടുക, ഇതൊന്നും നമ്മൾ ആദ്യമായിട്ടല്ല ചെയ്യുന്നത് എന്ന്. സൂക്ഷിച്ചില്ലെങ്കിൽ ഇതൊക്കെ തന്നെ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരുമെന്ന്. ഈ തിരിച്ചറിവിന് ജാതി സ്മരൺ വളരെ ഹെൽപ്ഫുൾ ആണത്രേ. ഒന്ന് മാറി ചിന്തിക്കാൻ നമ്മളിത് വളരെയധികം സഹായിക്കുമത്രേ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ജാതി സ്മരണയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻസിലൂടെ അറിയിക്കുക. ഒപ്പം ഈ നല്ല അറിവ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ വീണ്ടും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ചാനലിന് കിട്ടുന്ന വളരെ വലിയ സപ്പോർട്ട് കൂടിയാണ്.